ഹലോ, ഇന്നത്തെ വീഡിയോ ഫേസ് ഷേവിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ കുറേ പേരുടെ ഡൗട്ടാണ്, നമ്മൾ ഫേസ് ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടിയായിട്ട് ഹെയർ പിന്നെയും വളരുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ. ഞാൻ വർഷങ്ങളായിട്ട് ഫേസ് ഷേവ് ചെയ്യുന്ന ഒരാളാണ്. എനിക്കിതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുമില്ല, ഹെയർ ഇരട്ടിയായിട്ട് വന്നിട്ടുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ ഏത് പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നതെന്നും ഞാൻ എങ്ങനെയാണ് ഫേസ് ഷേവ് ചെയ്യുന്നതെന്നും നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഒലിവ് ഓയിലാണ് കേട്ടോ. ഒലിവ് ഓയിൽ മാത്രമല്ല, വേണമെങ്കിൽ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ അലോവേര ജെല്ലോ അല്ലെങ്കിൽ ഷേവിങ് ക്രീം ഫോമൊക്കെ ഉണ്ടല്ലോ, അതാണെങ്കിലും യൂസ് ചെയ്യാം. ഓയിൽ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഓയിലാണ് ബ്ലേഡിന് നല്ല സ്ലിപ്പ് കൊടുക്കുന്നത്. മാത്രമല്ല, നിങ്ങൾ തിക്കായിട്ടുള്ള ലോഷൻസും അതുപോലെ തന്നെ എന്താ പറയുന്നത് ക്രീംസൊക്കെ യൂസ് ചെയ്യരുത്. കാരണം നമ്മൾ ഒന്നാമത്തെ കാര്യം, നമുക്ക് ബ്ലേഡ് നന്നായിട്ട് ഷേവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മുടെ എന്തായാലും ഷേവ് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പൺ പോർസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതിലേക്ക് പോയിട്ട് നമുക്കത് പിമ്പിൾസും ബംസൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കി നോക്കാം. ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം ഓയിൽ അപ്ലൈ ചെയ്യാനായിട്ട്. എൻ്റെ ഫേസിൽ ഇപ്പോൾ കുറേ പിമ്പിൾസ് ഉണ്ട്. കല്യാണം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇത്ര പിമ്പിൾസ് വന്നത്. ഇപ്പോൾ അതെല്ലാം പോയി, പക്ഷേ അതിൻ്റെ മാർക്ക് കുറേ ഉണ്ട്. ഓക്കെ, അത് ഞാൻ യൂസ് ചെയ്യുന്നത് കാർമസിയുടെ ഫേഷ്യൽ റേസറാണ്. ഞാൻ ഇതുപോലെ പണ്ട് ഫേസ് ഷേവ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് യൂട്യൂബ് റിവ്യൂസും അതുപോലെ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂസൊക്കെ നോക്കിയിട്ട് മേടിച്ച സാധനമാണ്. പക്ഷെ നല്ലതായിരുന്നു. അപ്പോൾ അന്നോട്ടേ ഞാൻ ഇത് തന്നെ യൂസ് ചെയ്യുന്നത്, ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇതിൽ 3 ബ്ലേഡ് ഉണ്ട്. നമുക്കൊരു 2 പ്രാവശ്യം, എനിക്കറിയില്ല എത്ര പ്രാവശ്യം യൂസ് ചെയ്യാമെന്ന്, ഡിപ്പെൻസ് ആണ്. ഞാൻ എന്തായാലും ഒരു 2 പ്രാവശ്യം യൂസ് ചെയ്യാറുള്ളൂ ഒരു ബ്ലേഡ്. അപ്പോൾ ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നുണ്ട്. എനിക്ക് ഫേസിൽ അങ്ങനെ ഒരുപാട് ഹെയർ വരാറുള്ളതല്ല. ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ചെയ്യുന്നത്. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഐബ്രോസ് എപ്പോഴും ഞാൻ പുറത്ത് പോയി ത്രെഡ് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ത്രെഡ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് ചെറുതായിട്ടൊക്കെ വളരുമല്ലോ, അപ്പം ഞാൻ ഇത് വെച്ചിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. അല്ലാണ്ട് ഞാൻ പുരികം ഞാൻ ത്രെഡ് ചെയ്യാറാണ് പതിവ്. കാരണം എനിക്കത് ഷേപ്പിന് ഈ ബ്ലേഡ് വെച്ചിട്ട് ചെയ്യാൻ അറിയില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഐസ് റോളർ വെച്ചിട്ടോ അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിലോ നന്നായിട്ടൊന്ന് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. അപ്പം ബംസ് ഒന്നും വരത്തില്ല, അതിൻ്റെ ആ ഒരു ഇറിറ്റേഷനൊക്കെ മാറിക്കോളും. ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഐസ് ഡയറക്റ്റ് വെച്ച് ചെയ്യരുത്. ഞാനൊന്നത് ടിഷ്യൂവിലും ഇതാക്കാനായിട്ട് വിട്ടുപോയതുകൊണ്ട്. ഹെയർ മാറുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ കുറച്ചൊന്ന് ബ്രൈറ്റ് ആവും. പിന്നെ നമ്മുടെ ചെറുതായിട്ട് ഡെഡ് സെൽസ് ഒക്കെ പോവും, പിഗ്മെൻറ്റേഷനൊക്കെ കുറച്ചൊന്ന് കുറയും. മൊത്തത്തിൽ നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടും. പിന്നെ നമുക്കൊരു കോൺഫിഡൻസ് അല്ലേ. അത് കഴിഞ്ഞ് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നമ്മളൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് ആ വെള്ളം തുടച്ച് കളയാറില്ല, അത് തന്നെ ഉണങ്ങിപ്പോയിട്ടാണ് പിന്നെ ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ എന്തായാലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. ആരും പേടിക്കേണ്ട, ഫേസ് ഷേവ് ചെയ്യുന്നതുകൊണ്ട് ഇരട്ടിയായിട്ട് ഹെയർ വളരില്ല. അപ്പം അതോർത്ത് പേടിക്കേണ്ട. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആർക്കെങ്കിലും ഒക്കെ പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പിന്നെ വരാം. അതുവരേക്കും